ഹലോ. അങ്ങനെ കുറച്ച് നാളുകളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാനൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് നാൾ വയ്യായിരുന്നു, ചെറിയ പനി, പ്രഗ്നൻസി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീണ്ടും മാഞ്ചസ്റ്ററിലേക്കൊരു യാത്ര വീണ്ടും പോയി. വേറെ ഒന്നിനുമല്ല, പ്രത്യേകിച്ചൊരു കാര്യമില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോയതാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, നമ്മളുടെ കേരള കറി ഹൗസിലോട്ട് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബിരിയാണി സദ്യ കഴിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയെങ്കിലും ചെന്ന ടൈമിൽ ബിരിയാണി സദ്യ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവണമെങ്കിൽ വീണ്ടും സമയം എടുക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അന്ന് കഴിക്കാൻ പറ്റിയില്ല. സോ ഇത്തവണ അത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പോകുന്നത് മെയിനായിട്ട്. പിന്നെ ഒരു ഐറ്റം അത്, പിന്നെ നമ്മളെപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിക്കുകയാണല്ലോ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ബിരിയാണി സദ്യ, പിന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസ് എന്നുള്ളൊരു പ്ലാനിലാണ് പോയത്. അങ്ങനെ യാത്ര ചെയ്ത് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി എത്തി. നമ്മുടെ ഇവിടെ ലിവർപൂളിലൊക്കെ ഉള്ളതിനെക്കാട്ടിലും ഒരുപാട് വലിയ ബിൽഡിങ്സ് ഇഷ്ടംപോലെ മാഞ്ചസ്റ്ററിൽ കണ്ടു കേട്ടോ. നമ്മുടെ ലിവർപൂളിലെന്ന് പറഞ്ഞാൽ കുറച്ച് ബിൽഡിങ്സേ ഉള്ളൂ ഇതേപോലെ വലിയ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും മാഞ്ചസ്റ്റർ എത്തുമ്പോഴേക്കും ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ സ്ട്രീറ്റ് വ്യൂ ഒക്കെ എടുത്ത് ഇങ്ങനെ നേരെ കടയിലേക്ക് വെച്ച് പിടിച്ചു. സമയം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കിന്. വിശപ്പൊക്കെ ആയി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറെങ്കിലും എടുക്കും ഫുഡ് വരാനായിട്ട്. അപ്പോൾ കറക്റ്റായിരിക്കും ടൈമിംഗ് എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങോട്ട് നേരെ പോയി. അങ്ങനെ ഞങ്ങൾ നേരെ കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോൾ തന്നെ ഫുള്ള് തിരക്കായിരുന്നു. ഞങ്ങൾ വിചാരിച്ചില്ല പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടുമെന്ന്. നല്ല തിരക്കുണ്ടായിരുന്നു, അതേപോലെ തന്നെ മഴയും. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അകത്ത് പോയി ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഈ കോമൺ സ്പേസിൽ വന്ന് വെയിറ്റ് ചെയ്യണം സീറ്റ് കിട്ടാനായിട്ട്. ഇവിടെ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മ വന്നതെന്താണെന്ന് അറിയോ, സദ്യക്കൊക്കെ പോയിട്ട് ഇങ്ങനെ സീറ്റ് കിട്ടാൻ വേണ്ടി അടുത്ത പന്തി തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലോ, അതേ ഓർമ്മയായിരുന്നു. അവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്, അതിൽ എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഒരു സീറ്റിംഗ് സ്പേസേ ഉള്ളൂ. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സീറ്റും കിട്ടി, നമ്മളുടെ ഫുഡൊക്കെ വന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബിരിയാണി സദ്യയാണ്, ഇത് ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോയത്. ഈ ബിരിയാണി സദ്യക്കകത്ത് വരുന്നത് നമുക്ക് ബിരിയാണി, അതായത് ഒരു പീസിൻ്റെ ഒരു ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, മുട്ട പുഴുങ്ങിയത്, സാലഡ്, പിന്നെന്താണ് ചമ്മന്തി, പിന്നെ ഡേറ്റ്സ് പിക്കിൾ, ഇത്രയും സാധനങ്ങളാണ് ബിരിയാണി സദ്യക്കകത്ത് വരുന്നത്. പിന്നെ പായസം കൂടെ ഉണ്ട് കേട്ടോ. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ കൊതി തീർക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആ സാധനം തന്നെ പൊട്ടിച്ചു, എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സെയിം സാധനം തന്നെ, ചട്ടിച്ചോറ്. കാരണം അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വയറ് നിറയാനുള്ള സാധനം ഉണ്ട് എന്നുള്ളത് അറിയാം. സോ അതുകൊണ്ടൊരു ചട്ടിച്ചോറിനകത്തും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ഐറ്റംസൊക്കെ തന്നെ, മീൻ, മുട്ട, ബീഫ്, അച്ചാർ, തോരൻ, കപ്പ, പിന്നെ എന്താണ് പായസം, സാമ്പാർ, മോര്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചട്ടിച്ചോറിനകത്ത്. പിന്നെ വാങ്ങിയത് ഈ മെയിനായിട്ടാണ് കേട്ടോ, ഫിഷ് നിർവാണ. ഇത് ഞാൻ കുറേ നാളായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഫിഷ് നിർവാണ. ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാൻ വാങ്ങിയത് നൂൽ പൊറോട്ട ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേർക്ക് അത്യാവശ്യം ലാവിഷായിട്ട് കഴിക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക് പോകാതെ ചുമ്മാ എവിടെയെങ്കിലും പോയാലോ എന്ന് വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് കണ്ടു. പിന്നെ പാർക്കിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നേരെ അങ്ങോട്ടേക്ക് പോയി. പിൻമിൽ ബ്രോ എന്നായിരുന്നു അതിൻ്റെ ആ പാർക്കിൻ്റെ പേര്. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയപ്പം കുറേ ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ കാണാൻ. അത് പ്രതീക്ഷയാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ എൻട്രൻസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു റോഡിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏതോ കണ്ട ഊടുവഴി കൂടെയൊക്കെ കയറി നടന്ന് ഒരുമാതിരിയില്ല കാട്ടിക്കൂടെ പോകുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്തൂടെ പോകുമ്പോഴത്തേക്ക് കുറച്ചകത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നു. കാരണം ഇത് ശരിക്കും പാർക്ക് തന്നെയാണോ അതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി ഇല്ല പ്രേതാലയം കൂട്ടാണ് ഇത് കിടന്നിരുന്നത് കേട്ടോ. ഭയങ്കര കാട് പിടിച്ച് ആൾക്കാരൊന്നും വരുന്നു പോകുന്നതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. എന്നിട്ട് ഇങ്ങനെ നടന്ന് പോയി വഴിക്ക് വിച്ചു പറഞ്ഞു, അയ്യോ എടി എന്തോ സാധനം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളും പേടിച്ചു, എന്താ സംഭവം എന്ന് വിചാരിച്ച് എന്താ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താണെന്നറിയോ, ഒരു പ്രതിമയാണ്. പ്രതിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു ഗണപതിയുടെ പ്രതിമ. ഞാൻ ഓർക്കുകയും ചെയ്തു, ഈ കാട്ടിലൊക്കെ ആരാ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഈ കാടിന് നടുക്കൊക്കെ ഗണപതിയുടെ പ്രതിമ കൊണ്ട് വയ്ക്കാനെന്ന്. അപ്പം അതൊക്കെ അടുത്ത് ചെന്ന് വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി. അതിൻ്റെ പരിസരത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഈ പ്രതിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാ അവിടെ കൊണ്ട് വെച്ചതെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിഞ്ഞൂടാ കേട്ടോ, ഒരു ഐഡിയ ഇല്ല. ഞങ്ങളതെടുത്തു. കൂടുതൽ അടുത്തോട്ട് പോകാൻ നിന്നില്ല, സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. എന്താണെന്നറിയാൻ വയ്യാത്തതുകൊണ്ട് എന്തിനാ പേടിയെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഞങ്ങൾ അടുത്തേക്ക് പോയില്ല, ജസ്റ്റ് ദൂരെ നിന്ന് വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പുറകോട്ടിറങ്ങി വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു. ഞാനിങ്ങനെ മാപ്പിൽ നോക്കിയപ്പം കുറച്ചുകൂടെ അകത്തോട്ട് പോകാനുള്ളത് കാണിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, ഒരു പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നല്ല സ്ഥലമായിരുന്നു ഫോട്ടോസിനകത്ത് കിടന്നിരുന്നത്. അത് പ്രതീക്ഷയാണ് ഞങ്ങൾ അകത്തോട്ട് പോയത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വീണ്ടും പോയി. വീണ്ടും പോണ വഴിക്ക് അതിൻ്റെ ഇടയ്ക്ക് കാണുന്നുണ്ടോ വേറെന്തോ ഒരു ചെറിയ സാധനം, ഒരു അസ്ഥി, എന്തോ ഒരു പ്രതിമ, നമ്മൾ ഈ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന പോലത്തെ ഒരുമാതിരി വികൃത ജീവിയുടെ പോലത്തെ ഒരു പ്രതിമ, ഇത് ക്ലിയർ അല്ല, അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രതിമകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു ഇത് പണ്ട് നല്ല എന്തോ പാർക്കായിരുന്നു, അതിന് ശേഷം പിന്നെ അത് അടച്ചു പൂട്ടിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നിന്നു. ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ മേലാതെ നിന്നപ്പോഴത്തേക്ക് വിച്ചു പറഞ്ഞെന്നാൽ ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വിച്ചു താഴോട്ട് പോയി നോക്കി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ താഴേന്ന് പിന്നെ വേറെ വഴി, നല്ല വഴി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഗീതുവും വിച്ചുവും മാത്രമേ അകത്തോട്ട് കയറിയുള്ളൂ. മനുഷ്യേട്ടൻ പറഞ്ഞു ഞാൻ ഈ വഴിക്കില്ല, ഞാൻ അപ്പുറത്തെ വഴി കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യേട്ടൻ നല്ല വഴി കൂടെ വന്നേ. ഏതായാലും മനുഷ്യേട്ടൻ വീണ്ടും ഞങ്ങളുടെ കൂടത്തിൽ വന്ന് തന്നെ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ കണ്ട പ്രതിമയുടെ കഥയെല്ലാം വിശദീകരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഏതാണ്ട് ചെറിയൊരു തോട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള പാർക്കായിരുന്നു തോന്നി. ഇപ്പോൾ അടച്ചു പൂട്ടിയതാണോ എന്താണോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും അതിൽ പിന്നെ കുറച്ചും കൂടി അങ്ങ് നടന്നു. കുറേ നടന്ന് ഒരു രസമുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്ത് കിടന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയ തണുപ്പല്ല, തണുപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു, ഇലയൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുതിർന്നിങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട്. പോകുന്ന വഴിക്ക് പിന്നെ ഇതാ കണ്ടില്ലേ, മരമൊക്കെ ഒടിഞ്ഞു വീണ് കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി. എന്തെങ്കിലുമൊക്കെ കാണാനോ ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള പ്രതീക്ഷയിൽ ഞങ്ങളങ്ങ് നടന്ന് വെറുതെ അതിനകത്തൂടെ നടന്നതല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഒരു രസം ഉണ്ടായിരുന്നു അതിനകത്തൂടെ നടക്കാനായിട്ട്. ആ ഒരു എന്നാ പറയുന്നത്, നമുക്കിപ്പോൾ നാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. നാട്ടിലെ നമ്മുടെ ഊടുവഴി കൂടെയൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഇതിലൂടെ കയറിപ്പോയപ്പോൾ കേട്ടോ. ഒരു UK ആണെന്നുള്ള തോന്നലൊന്നും സത്യം പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ മാപ്പിൽ നോക്കി അതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ നടന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും കാണാനോ അല്ലെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളോ ഒരു പാർക്കിൻ്റേതായ യാതൊരു ലക്ഷണങ്ങളോ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതെന്തോ പൂട്ടിപ്പോയത് തന്നെയാണെന്ന്. പിന്നെ ഞങ്ങൾ എന്തായാലും തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫസ്റ്റ് അവിടെ നിന്ന് പോരുമ്പോൾ തന്നെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു, കാറ് എവിടെയാണ് കിടക്കുന്നതെന്നുള്ളതിൻ്റെ. ഇനി അഥവാ വേറെ എവിടെയെങ്കിലും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് തിരിച്ചെത്തണമല്ലോ എന്ന് ഓർത്തിട്ട് ലൊക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൊക്കേഷൻ നോക്കി ഞങ്ങൾ പിന്നെ തിരിച്ച് നടക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി മഴയൊക്കെ പെയ്തു. അത്യാവശ്യം നനഞ്ഞു. ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൽ സിബ് ഇടാൻ പറ്റാത്തത് കൊണ്ട് അത്യാവശ്യം നനഞ്ഞു. ആ നനഞ്ഞതിൻ്റെ പനി 2 ദിവസത്തേക്ക് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. പിന്നെ തിരിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഫുള്ള് ചള്ളയായിരുന്നു. നടന്ന് വന്നപ്പോൾ വീണ്ടും ഒരു പ്രതിമ നിലത്ത് പകുതിയേ ഉള്ളൂ, പകുതി ഇങ്ങനെ മണ്ണിൻ്റെ മേളിൽ ഇതായിട്ട് കിടക്കുന്നതായിട്ടൊരു പ്രതിമ അവിടെ കിടക്കുന്ന കണ്ടു. അയ്യോ, പണ്ടൊക്കെ സെറ്റപ്പായിരുന്നു, അടിപൊളിയായിരുന്ന ഒരു പാർക്കായിരുന്നു എന്ന് തോന്നുന്നു. കുറേ സ്കൾപ്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ള സമയത്ത് വന്നതല്ലേ എന്ന് വിചാരിച്ച് 2-3 ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും വണ്ടിയിലേക്ക് തിരിച്ച് നടന്ന് അങ്ങനെ വണ്ടി കടന്ന സ്ഥലം കണ്ടുപിടിച്ചു. വന്ന് ജാക്കറ്റെല്ലാം വണ്ടിയുടെ ഡിക്കിയിലേക്ക് ഊരിയിട്ടിട്ട് ഞങ്ങളെല്ലാവരും കയറിയാകത്തിരുന്നു. കാരണം മഴയും കൂടെ പെയ്തതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നായാലും പാർക്കിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം ഉറപ്പായി, എനിക്കിനി ഒരു 2 ദിവസത്തേക്ക് പനിയായിരിക്കും എന്നുള്ള കാര്യം. കാരണം തൊണ്ടയ്ക്കൊക്കെ അപ്പോഴത്തേക്ക് തന്നെ ചെറിയൊരു ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രിയായപ്പോഴത്തേക്ക് ലിവർപൂൾ എത്തി. അവിടെ നിന്ന് പിന്നെ പ്രൈമാർക്കിൽ കയറി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. വീക്കെൻഡ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു സൈഡിൽ പോകുന്ന വഴി കൂടെയൊക്കെ. അതൊക്കെ കണ്ട് കുറച്ച് നേരം സ്ട്രീറ്റ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.